എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. വീഡിയോയുടെ ടൈറ്റിലിൽ റിവ്യൂ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതിനെ ഈ ഒരു കാലഘട്ടത്തിലെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് എന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സിനിമ കാണണോ ടിക്കറ്റ് എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് പ്രമുഖ റിവ്യൂവേഴ്സിനെ തന്നെ ആശ്രയിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ അത്തരത്തിലൊക്കെ ടിക്കറ്റ് എടുക്കണോ എന്നൊക്കെ അറിയാൻ അശ്വന്ത് കോക്കിനെ കാണാറുണ്ട്, സീക്രട്ട് ഏജന്റിനെ കാണാറുണ്ട്, ഷസാമിനെ കാണാറുണ്ട്, ഉണ്ണി വ്ലോഗ്സ് ആദ്യം എടുത്തു പറയാൻ വിട്ടുപോയതാണ്, അദ്ദേഹത്തെ കാണാറുണ്ട്. ഞാൻ അവരെയൊക്കെയാണ് കാണാറുള്ളത്. ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. ഞാൻ ഇടക്കാലത്ത് സിനിമ റിവ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു, വളരെയധികം ആസ്വദിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇറങ്ങുന്ന എല്ലാ സിനിമകളും കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ സെലക്റ്റീവായിട്ടാണ് സിനിമകൾ ഞാൻ കാണുന്നത്. ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ എല്ലാ സിനിമയിലും ഇങ്ങനെ ആവർത്തിക്കുന്നത് കണ്ടിട്ട്, മിക്കവാറും ഉള്ള സിനിമകളിലൊക്കെ ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആവർത്തിക്കുന്നത് കണ്ടിട്ട് ബോറടിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി നിർത്തിയത്. ഇപ്പോൾ കുഞ്ചാക്കോ ബോബനൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുഞ്ചാക്കോ ബോബനൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ഡീസൻ്റ് ആയിട്ട് ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ വന്ന് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്കൊരു നെഗറ്റീവ് വൈബ് അടിക്കും. അയാളുടെ ചൈൽഡ്ഹുഡ് ട്രോമ, അയാളുടെ ഒരു സീരിയൽ കില്ലറായിട്ട് വരുന്നു, ഈ മിസ്സായിട്ടുള്ള ആളുകളെല്ലാം എവിടെയെങ്കിലുമൊക്കെ വെട്ടിനുറുക്കി വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള വൈബാണ്. സീരിയൽ കില്ലിങ്, മിസ്സിങ് ആയിട്ടുള്ള ആളുകളെ എവിടെയെങ്കിലും നുറുക്കി വെച്ചിരിക്കുക, ഈ പരിപാടി ഇങ്ങനെ കാലങ്ങളായിട്ട് തുടരുകയാണ്. കോവിഡിന് ശേഷം, കോവിഡ് മലയാള സിനിമയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു. അതിനുശേഷം ഒന്ന് ഉയർന്നു വന്നപ്പോഴത്തേനും പിന്നീട് മലയാള സിനിമയെ ബാധിച്ച ഒരു വലിയ അസുഖമാണ് ഈ സൈക്കോപാത്ത് അസുഖം, സീരിയൽ കില്ലിങ് അസുഖം. എല്ലാവരും ഭയങ്കര സൈക്കോപാത്തുകളാണ്, സീരിയൽ കില്ലേഴ്സാണ്. കണ്ട് ബോറടിച്ചു. അതുകൊണ്ട് ഞാൻ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വ്യത്യസ്തമാണെങ്കിൽ മാത്രമേ സിനിമ കാണാൻ വേണ്ടി പോവാറുള്ളൂ. അതേപോലെ ക്ലൈമാക്സ് ട്വിസ്റ്റ്, അത് ഈ ഒരു കാലഘട്ടത്തിലെ പ്രത്യേക ഒരു അസുഖമാണ്. ഈ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയായിട്ടൊരു ബന്ധം പോലും ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മുടെ കിളി പറക്കും. ആ ഒരു ട്വിസ്റ്റ് കണ്ടിട്ട് വേണം നമ്മൾ വിലയിരുത്താനായിട്ട് ഈ സിനിമ നല്ലതാണോ മോശമാണോ എന്നുള്ളത്. പണ്ട് സിനിമാ പ്രവർത്തകരൊക്കെ, മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകന്മാർ, എഴുത്തുകാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ ക്ലൈമാക്സിന് വേണ്ടി ഞാൻ ഇത്ര കാലം അലഞ്ഞു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും അതിൻ്റെ ക്ലൈമാക്സ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, ലൊക്കേഷനിൽ ഇരുന്നിട്ടാണ് എഴുതിയത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നമുക്കങ്ങ് ഭയങ്കര അത്ഭുതമാകുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, അവർക്കൊരു കഥയുണ്ട്, ഒരു നല്ല കഥയുണ്ട്, വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലോട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന കമേഴ്ഷ്യൽ എലമെൻറ്റിനെ കുറിച്ചിട്ട്, അതിൻ്റെ ആ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എൻഡിങ്ങിനെ കുറിച്ചിട്ട് മാത്രമാണ് അവരുടെ ആദി. നല്ലൊരു കഥയുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ വ്യത്യസ്തമാണ് പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. ക്ലൈമാക്സ് ഉണ്ട്, കഥയില്ല. ഈ ക്ലൈമാക്സ് കണ്ടിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ വേണ്ടി. ക്ലൈമാക്സിലെ ഗംഭീര ട്വിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കഥ എഴുതുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബൊഗെയിൻവില്ലയൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഡ്രാഗിങ് ആണ് ആ ഒരു പടം. എന്നിട്ട് അവസാനം അതിൻ്റെ ആ ഒരു ക്ലൈമാക്സിലാണ് സിനിമ ഗംഭീരമാണെന്ന് നമ്മൾ പറഞ്ഞ് കൈയടിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പടങ്ങളൊന്നും കണ്ടിട്ടില്ല, അതൊക്കെ പോട്ടെ. ഏതായാലും ഇന്ന് കണ്ട ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഗംഭീരമായിട്ടുള്ളൊരു മമ്മൂട്ടി കഥാപാത്രമുണ്ട്. ഈ ഒരു സിനിമ കാണാനായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഗൗതം വാസുദേവമേനോൻ്റെ ഡയറക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനെ കുറിച്ചിട്ട് തന്നെ ആദ്യം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഫിനിഷിംഗ് പരിപാടി ഈ സിനിമയിൽ ഇല്ല. ഒന്ന് രണ്ട് പാട്ട് സീനുകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ആദ്യഘട്ടത്തിൽ വന്ന സിനിമയിലെ ചില സോങ്സ് ഏച്ച് കിട്ടിയതുപോലെ ഫീൽ ചെയ്തു. അത് ആ ഒരു സിനിമയുടെ ആ ഒരു കഥ പറച്ചിൽ ഫ്ലോയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് ഉള്ളതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബാക്കിയുള്ള ആളുകളുടെ കാര്യം എനിക്കറിയില്ല. ഇതിൽ മമ്മൂട്ടിയും ഗോകുൽ സുരേഷും അവതരിപ്പിച്ച കഥാപാത്രങ്ങളല്ലാതെ ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്കൊന്നും നമ്മളുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറാനായിട്ട് ഉള്ള കേപ്പബിലിറ്റി ഉള്ള കഥാപാത്രങ്ങളൊന്നുമല്ല. ഈ ഒരു സിനിമ മുഴുവനും ആ ഒരു ക്ലൈമാക്സിൽ മാത്രം ഹുക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെന്നെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, രസകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്ര ചുറ്റുപാടാണ്. തമിഴിലൊക്കെ ഇത് ഗംഭീരമായിട്ട് പല സിനിമകളിലും വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി രസമുള്ളൊരു ക്യാരക്ടറിനെ നമുക്ക് കിട്ടി. മമ്മൂട്ടിയുടെ റീസെൻ്റ് ആയിട്ട് കണ്ടതിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹം അനായാസമായിട്ട് ഒരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുകയാണ്. പിന്നെ ചില ഫൈറ്റൊക്കെ ഉണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പല ഫൈറ്റുകളും ഇത്തിരി ലെങ്തിയാണ്. ഈ സിനിമയിൽ ചില ഫൈറ്റിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ആളുകൾക്കറിയാം, ഈ ഷൈൻ ടോം ചാക്കോനെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. എന്തിനാണ് അത്രമാത്രം അത് വലിച്ചു കിട്ടണം എന്നുള്ളത് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇടിക്കണമെന്നുണ്ടെങ്കിൽ ഇടി വാങ്ങണോ, അവിടെ ചെന്ന് അത് വാങ്ങിക്കൊണ്ട് വരണം. അപ്പോൾ അത് നമുക്ക് ഒത്തിരി നേരം ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല, അവിടെ ചെന്ന് ഇത് വാങ്ങണ്ടേ.
അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വീഴുന്ന കുറേയധികം ആളുകളെ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലൈമാക്സിനോട് അടുത്തുള്ള ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു. ആ ഒരു സമയത്തെ ഫൈറ്റും ഭയങ്കര ഉദ്വേഗജനകമായിരുന്നു. ആ ഒരു സമയത്തെ ഫൈറ്റ് ഭയങ്കര ഉദ്വേഗജനകമായിരുന്നു. കാരണം അവിടെ നമുക്ക് എന്തോ സംഭവിക്കും, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ഘട്ടങ്ങളിൽ അത് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയും മറ്റ് ചില സിനിമകളുടെ ട്രീറ്റ്മെൻറ്റ് പോലെ ക്ലൈമാക്സിൽ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ മികച്ച ഡയറക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലൈമാക്സിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ സിനിമയുടെ തുടക്കം മുതൽ ആ ഒരു ക്ലൈമാക്സ് എത്തുന്നത് വരെ പല ഇടങ്ങളിലും ഒരു അമച്ചറായിട്ടുള്ള ഒരു അപ്രോച്ച് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറീസ്. അവരെന്തോ ഭാഷയാണ് സംസാരിക്കുന്നത്. മമ്മൂട്ടിയും ഗോകുൽ സുരേഷും മലയാളം പറയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ കഷ്ടപ്പെട്ട് ഇത് പറയുകയാണ്. നമുക്ക് ശ്വാസം മുട്ടുകയാണ്. എന്തിനാണ് അത്രമാത്രം കഷ്ടപ്പെട്ട കുറേയധികം ക്യാരക്ടേഴ്സിനെ അവിടെ കൊണ്ടുവരുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ ഇപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും മറ്റേ മലയാള സിനിമയിൽ ഈ സൈക്കോപാത്ത് വൈറസിനെ പോലെ ബാധിച്ച മറ്റൊരു സംഗതിയാണ് വയ്യാത്ത പോലീസുകാരൻ വൈറസ്. എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുന്നൊരു വയ്യാത്ത പാസ്റ്റ് ഉണ്ടാവും. വയ്യാതെ വന്ന സുരേഷ് ഗോപി ഉണ്ട്, വയ്യാതെ വന്ന ജയറാമേട്ടനുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോഴും ഇതേ ബാക്ക്ഗ്രൗണ്ടാണ്. ഒന്നെങ്കിൽ ഇവരുടെ ഭാര്യമാരൊക്കെ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇട്ടേച്ച് പോയിട്ടുണ്ടാവും. അതിന് സമാനമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും, ആ ബാക്ക്ഗ്രൗണ്ട് അല്ല കേട്ടോ, അത് പറയുന്നത് ശരിയല്ലല്ലോ, അതിന് സമാനമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ വരുമ്പോഴത്തേന് അവിടെ ഒരു ചെറിയ മടുപ്പുണ്ട്. ഇതൊരു പ്രോപ്പർ റിവ്യൂ അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു PR കമൻറ്റ് ഞാൻ വായിക്കാം. ഈ ഒരു കമൻറ്റിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇൻവെസ്റ്റിഗേഷൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് അത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേയധികം കയ്യിൽ നിന്ന് പോയ ഇൻവെസ്റ്റിഗേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് മലയാള സിനിമകളിൽ പണ്ടേ ഒരു കോമഡി പീസൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. അത് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി തന്നെ അദ്ദേഹം മുന്നേ ചെയ്തിട്ടുള്ള ചില ക്യാരക്ടറുകളെ ചെറിയ രീതിയിൽ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വളരെ ലൈറ്റായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ വളരെ ആസ്വാദകരമായിരുന്നു. മമ്മൂട്ടി, ഗോകുൽ സുരേഷ് അവരുടെ ആ ഒരു പരിപാടിയൊക്കെ നൈസായിരുന്നു. മമ്മൂക്ക, ഗൗതം വാസുദേവമേനോൻ കൂട്ടുകെട്ടിൽ പിറന്ന ഡൊമിനിക് ക്ലൈമാക്സ് കണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്നടങ്കം തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. അത്യാവശ്യം ഈ മറ്റേ വൈറസ് ബാധിച്ച സിനിമകളൊക്കെ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് ക്ലൈമാക്സിൽ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനകത്തൊരു ചെറിയ എലമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നുമില്ല, അങ്ങനെയാണോ എന്ന് വേണമെങ്കിൽ തോന്നാം. അല്ലാതെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റുന്ന ഐറ്റം ഒന്നും ക്ലൈമാക്സിലില്ല. അങ്ങനെ കൈയടിച്ച ആൾക്കാരെ ഞാൻ കണ്ടില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് 1-2 സബ്സ്ക്രൈബർ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു. വലിയ സന്തോഷം. നാട്ടിൽ നിന്ന് ആളുകളൊക്കെ തിരിച്ചറിയുന്നത് ഇപ്പോഴൊക്കെയാണ്. അപ്പോൾ അവരോടൊന്നും അധികം സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരൊക്കെ ആദ്യഘട്ടത്തിൽ ആ ഒരു ചെറിയ ലാഗിനെ കുറിച്ചിട്ടൊക്കെ പറയുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ എക്കാലത്തെയും മികച്ചൊരു സംവിധായകനും എക്കാലത്തെയും മികച്ചൊരു നടനും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളം തന്നെ ആയിരുന്നു. ആ പ്രതീക്ഷയെ സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്ത് തന്നെയാണ് ഡൊമിനിക്കിന്റെ വിജയവും. മമ്മൂട്ടി എന്ന നടന്റെ മികച്ചൊരു കഥാപാത്ര സമീപനമാണ്. ഗൗതം വാസുദേവമേനോന്റെ ഗംഭീര ഒരു സൃഷ്ടി എന്നൊന്നും പറയാനായിട്ട് തോന്നിയില്ല. ഡൊമിനിക് എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒരു ലേഡീസ് പേഴ്സ് മുൻനിർത്തി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങിത്തിരിക്കുന്നതും അതേ തുടർന്നുള്ള രസകരമായ സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. ആ ഒരു ലേഡീസ് പേഴ്സിൻ്റെ ആ ഒരു പ്ലേസ്മെൻറ്റ്, എങ്ങനെയാണ് ആ ഒരു ലേഡീസ് പേഴ്സ് ഇവരുടെ കയ്യിൽ വന്നത് എന്നുള്ള ആ ഒരു സാധനം, അതൊക്കെ എന്തോ ആയിരുന്നു. എനിക്ക് അത് അവസാനം അത് കാണിച്ചു തന്നപ്പോൾ ഓക്കെ ആയിക്കോട്ടെ എന്നുള്ള ഒരു ഫീലായിരുന്നു. എങ്ങനെയാണ് ഒരാൾ മറന്നു വെച്ചിട്ട് പോകുന്നതാണ്. വളരെ കാര്യമായിട്ട് ഒരാൾ ഒരിടത്തുനിന്ന് എടുത്തിട്ട് വന്നതാണ്, എന്നിട്ട് അവനത് അവിടെ മറന്നു വെച്ചിട്ട് പോകുന്നു. അപ്പം അതുപോലെ മമ്മൂക്ക സ്ക്രീനിൽ അഴിഞ്ഞാടി. ഈ അഴിഞ്ഞാടി എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ വളരെ പിടിച്ച് വളരെ മിതത്വത്തോടെ കഥാപാത്രത്തെ സമീപിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര മിതത്വമുണ്ട് പല സാഹചര്യങ്ങളിലും. വളരെ പിടിച്ച് വളരെ പക്വതയോടെ പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ്. വേണ്ടത് മാത്രമേ ഇടത്തുള്ളൂ. ഈ അഴിഞ്ഞാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സിനിമയിൽ. അദ്ദേഹം വളരെ ലൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്മാനുവൽ ചെയ്ത മമ്മൂട്ടിയെ നമുക്കറിയാം, ഡാഡി കൂളി ചെയ്ത മമ്മൂട്ടിയെ നമുക്കറിയാം, മറ്റേ ഗ്രേറ്റ് ഫാദറോ ചെയ്ത മമ്മൂട്ടിയെ നമുക്കറിയാം. പല വേർഷൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മമ്മൂട്ടി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പോലീസ് ചിത്രങ്ങളും CBI സിനിമകളും ഒക്കെ ചെയ്ത ആളാണ് മമ്മൂട്ടി എങ്കിലും ഡൊമിനിക്കിലേക്ക് വരുമ്പോൾ കഥാപാത്രത്തിലും പെർഫോമൻസിലും എല്ലാം ഒരു പുതുമ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഉടനീളം കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആ ഒരു കഥാപാത്രത്തിൽ അതിൻ്റെ സൃഷ്ടിയിൽ ഒരു പുതുമ എഴുത്തുകാർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്.
അത് മമ്മൂക്കയ്ക്ക് കിട്ടിയ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം രസമായിട്ടുള്ളൊരു ക്യാരക്ടറും കൂടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് എല്ലാം കൊണ്ടും തൃപ്തികരമായ ഒരു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് വലിയ കാര്യമായിട്ടുള്ള സംഗതിയൊന്നും ഇല്ല. പിന്നെ സോങ്സൊക്കെ ആണെങ്കിലും ആദ്യത്തെ 1-2 സോങ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സംഗീത സംവിധാനം എല്ലാം ഒരു ആവറേജ് പരിപാടി. പക്ഷേ മമ്മൂക്കയുടെ ആ ഒരു ഗംഭീര കഥാപാത്രത്തെ ആസ്വദിക്കാനായിട്ട് നമുക്ക് കണ്ണും പൂട്ടി പോവാം എന്നുള്ളതാണ്. എനിക്കത് കണ്ടതിൽ നഷ്ടമൊന്നും തോന്നുന്നില്ല. കാരണം കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഗംഭീരമായിട്ടുള്ളൊരു സംഗതിയാണ് മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ ആൾക്കാരോട് പറയത്തില്ല. മസ്റ്റ് വാച്ച് ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വേറെ വലിയ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നന്ദി.